കരയെ കയറി ഗൈസ്, കരയെ കയറി. കാണാൻ വന്നവരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ പിടിച്ചു കയറ്റുന്നത്. ഏകദേശം വല കരയിൽ കയറാനായിട്ടുണ്ട്. ചേട്ടന്മാരിവിടെ തകർത്ത് വലിച്ചോണ്ടിരിക്കുക. ഹായ്. ഹേ ഗായ്സ്, അങ്ങനെ രാവിലെ വല പിടിച്ച് കയറ്റണയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് നിങ്ങൾ തരുന്നുണ്ട്. കുറച്ച് ഉറക്കം കളഞ്ഞാലും കുഴപ്പമില്ല, വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വരാൻ തീരുമാനിച്ചു. വെളുപ്പിനിപ്പം 6:30 ആയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും ബൈക്കൊക്കെ വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാം. സെറ്റ് ക്ലൈമറ്റ് ഗൈസ്. ഇവിടെ വല പിടിച്ച് കയറ്റുവാണ് കേട്ടോ അവർ. ഇതിപ്പോഴൊന്നും ഒന്നും ആവില്ല, മണിക്കൂറുകൾ കഴിഞ്ഞാലേ ഇത് കരയിലോട്ട് കയറുള്ളൂ. ഓക്കെ, നല്ല തിരയുണ്ട് കേട്ടോ. അതിന് ഡേഞ്ചർ ഏരിയ. ഇതിൻ്റെ മണ്ടയിലെ കയറിയിരിക്കുമ്പോൾ നോക്കി നിൽക്കാം. ഗൈസ്, ഇന്ന് അത്യാവശ്യം നല്ല തിരയുണ്ട് കേട്ടോ. പിന്നെ അധികം വല പിടിച്ച് കയറ്റുന്നതൊന്നും കാണുന്നില്ല. ഇപ്പം ഇവിടെ പിടിച്ചോണ്ടിരുന്നവർ ഇവിടെ കെട്ടി വെച്ചേക്കുന്നു. ഇനി എപ്പോൾ വലിച്ച് കയറ്റുമെന്ന് അറിയില്ല. അപ്പം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് ഇതിങ്ങനെ കയറി കഴിയുമ്പോൾ നോക്കാം. ഇപ്പോഴൊന്നും എന്തായാലും കയറൂല, ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. പോണോക്കെ. അയ്യോ അയ്യോ, ഇതൊരു ഫ്രെയിം നോക്കിയേ, പൊളിയല്ലേ. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് തിര വന്നത് ആ മൊത്തത്തിൽ അവരെ ക്യാമറയും അവരെയും ഫുള്ള് കുളിപ്പിച്ചാകെ കുളമാക്കി. ഇത് ഞാൻ ചൊവ്വയിലൊക്കെ എത്തിയാണ് കൊണ്ടല്ലേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ. ഏകദേശം 1/2 മണിക്കൂറായി അവർ ഇത്രയെങ്കിലും വലിച്ച് കയറ്റിയത്. ഇവിടെ ഇപ്പോൾ വല പിടിച്ച് കയറ്റാനായിട്ട് കുട്ടികളൊക്കെ വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാനും കൂടി പോയി വല പിടിക്കാം. ഞാനും കൂടി പോയിട്ട് വല പിടിച്ചിട്ട് വരാം. അരമണിക്കൂർ എടുക്കോട്ടെ കയറാൻ? 1.25 മണിക്കൂർ എടുക്കുമല്ലേ? 1 മണിക്കൂറോ? ഗൈസ്, ഇവിടെ നിന്ന് ഷിഫ്റ്റായി അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ചേട്ടന്മാരിവിടെ തകർത്ത് വലിച്ചോണ്ടിരിക്കുക. ഹായ്. ടൈം ഇപ്പം ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ കയറുമ്പോൾ എങ്ങനെ പോയാലും ഒരു 8 മണി കഴിയും. ഹായ്. ഇത് മുഡ്ഗർ ആണ്. മുഡ്ഗർ ട്രഡീഷണൽ പ്രാക്ടീസസ് ആണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത് ഗദ, ഇത് സംതുല, മേസ് ആണ്. ജോഡി ക്ലബ്സ് എന്ന് പറയും. ഇതിന് ടിയർ ഡ്രോപ്പ് എന്ന് പറയും. 400 ഗ്രാംസിൻ്റെ ആണ്. ഇത് വർക്കൗട്ടിൻ്റെ പർപ്പസ് ആണ്. ഇത് ഫുൾ ട്രഡീഷണൽ. നമ്മളുടെ ഈ ഏരിയ ടോർസോ, ഈ അപ്പർ സ്റ്റമക്ക്, ചെസ്റ്റ്, ബാക്ക്, ഫുൾ ബാക്ക് എല്ലാം വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ കൂടെ ലെഗിൻ്റെ ഇതും വർക്കൗട്ടാവും. എൻ്റെ പേര് സുധി, അഡ്വക്കേറ്റ്. ഞാൻ ജോൺ, മ്യൂസീഷ്യനാണ്. മദർ ജെയിൻ. എൻ്റെ പേര് സന്ദീപ്, അഡ്വക്കേറ്റ്. ശംഖ് ഊതിയിട്ടല്ലേ? ശംഖ് ഊതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ, ഇതൊക്കെ പഠിക്കണമെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ? ഇവിടെ വന്ന് തന്നെ? സൺഡേ ഇവിടെ വന്നാൽ മതി. ഓ, 6:30 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ബിഫോർ 10 o'clock നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, ഇവരിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ശംഖ് ഇങ്ങനെ ഊതിയിട്ടാണ് ഇവരുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്താണെന്നുള്ള ശരിക്കും എനിക്ക് അങ്ങോട്ട് പിടിയിട്ടിട്ടില്ല. നമുക്കെല്ലാം നോക്കാം. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അയ്യോ, തിരങ്ങി മാരക തിരയായി പോയി ഗൈസ്. എൻ്റെ മാരക തിരയായി പോയി. ഫോണും എല്ലാം പോയെന്ന്. അതൊരു മാരക തിരയായി പോയി കേട്ടോ. ഗൈസ്, അപ്പോൾ വല ആൾമോസ്റ്റ് കരയിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ,
ഒരുപാട് ആൾക്കാർ കിടന്ന് വല പിടിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ വന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് വല പിടിക്കുന്നത്. എനിക്ക് വല പിടിക്കാൻ പറ്റത്തില്ല, കാരണം വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനും കൂടെ വല പിടിച്ചു കൊടുത്തനായിരുന്നു. കണ്ടോ, വല ഏകദേശം കരയിൽ കയറി കഴിഞ്ഞു. പക്ഷെ ഒരു രക്ഷയില്ലാത്ത തിരയാണ് കേട്ടോ, നല്ല തിരയുണ്ട്. ഇവരുടെ ഊപ്പാട് വരും. ഉണ്ടോ, ഉണ്ടോ, എത്ര പേരാ നോക്കിയേ ഈ വല പിടിച്ച് കയറ്റാനായിട്ട്. വല വന്നു ഗൈസ്, വല വന്നു. ഇങ്ങേര് കോമഡിയാണ്, വീഡിയോ വരുമ്പോ മാത്രമേ വിളിക്കൂ. എന്റെ പൊള്ളി, ഒടുക്കത്ത തെര. അവരൊക്കെ മറിഞ്ഞു വീണോടാ. പക്ഷെ ആ തെരയില് വലങ്ങി വന്ന ഒരു രക്ഷയില്ലാത്ത തെര കേട്ടോ ഇന്ന്. പക്ഷെ വന്ന വല അതേപോലെ ബാക്കിലോട്ട് പോകുന്നുണ്ട്. അടുത്ത തിരയിൽ ഇങ്ങനെ മണ്ടേ കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരയെ കയറി ഗൈസ്, കരയെ കയറി. ഓ, എന്തൊക്കെ മീനുകളുണ്ട് കേട്ടോ. പോണു. ഇവിടെ വന്നവരും കാണാൻ വന്നവരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ പിടിച്ചു കയറ്റുന്നത്. തെര ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. ഗൈസ്, ഇതിൽ അത്യാവശ്യം മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മക്കളെ മാറ, അവിടെ നിന്ന് മാറ, കണ്ണി തെറിക്കണം.
ചേട്ടാ ഇതെന്ത് മീനാണ്? ഇതെന്ത് മീനാ? ചാക്കാണിയാ? എന്തിനാടാ കൊന്നിട്ട്? ജെല്ലി ഫിഷും ഉണ്ട്. ഉണ്ടോ? ജെല്ലി പോലെ കിടക്കുന്നുണ്ടോ? രണ്ടായിരത്തി മുന്നൂറ് ഞാൻ വീണ്ടും ചൊല്ലുക. അതിയെ കുറിച്ച് ആരും നിൽക്കാം. 2300 ഞായറാഴ്ചയായി ഇതില്ലേ അസാൻ വന്നില്ലേ? 2300 മൂന്നേരം എത്ര വിളിയാ വിളിച്ചേ? എത്രയാണ്? ഇവിടെ കറിക്കാർക്ക് മേടിക്കാനുള്ളത് ഇവിടെ ഒന്ന് സെയിൽ ചെയ്യണമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 200 രൂപയ്ക്കും 100 രൂപയ്ക്കും 500 രൂപയ്ക്കൊക്കെ മേടിക്കാൻ പറ്റും. ഇവിടെ കുട്ടക്കണക്കിന് ലേലം പിടിക്കാം. ഈ വലയിൽ കയറിയ ജെല്ലി ഫിഷാണ് ഇവിടെ മൊത്തം. എന്താ ഇവിടെ മൊത്തം ജെല്ലി ഫിഷാ. 2000 വിളിച്ചു പോയി. 3000 പൈസ അത് 200 രൂപയ്ക്കാണ് വാരി വെക്കണം കേട്ടോ. മുതലാളി വെച്ചു. 2500 രണ്ടുപേര് 3000 300 400 500 600 700 3800 ഇല്ല മടക്കാത്ത കേക്ക് പൈസ കയ്യിൽ വേണം. ആട്ടെ പൈസ കയ്യിൽ വേണം. അവിടെ പോയി 40 കുറപ്പുറത്ത് പൈസ കയ്യിൽ വേണം. ഈ മരുവല്ലേ മടുവാണ് പൈസ കയ്യിൽ വേണം. പൈസ നീ പൈസ എന്താ? ആ പൈസ പിന്നെ ഒരു ഇതേ വേറൊരു ഭാഗത്താ മൈദിനാക്ക് 3800 900 പൈസ കയ്യിൽ 3900 പൈസ കയ്യിൽ വേണ്ടേ എന്നെ പൈസ ഇല്ലേ വൈകിട്ട് കൊണ്ട് തരും. നീ ഉള്ള അവനില്ല കച്ചവടക്കാരല്ല. രണ്ടും കൂടെ 2000 രൂപ. അത് 2300 രൂപ. 2400 വിളി. 2300 ഈ ഒരു കുട്ടയൊക്കെ 2500 രൂപയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കുട്ട മീനൊക്കെ മേടിക്കാം കേട്ടോ.
മണ്ണി കിടന്ന് നിർത്തുമോ ഇവിടെ എല്ലാം കണ്ടോ, ഇതെല്ലാം വേറെ വന്ന് എടുത്തോണ്ട് പോയതാണ്. വീടിൻ്റെ ഒക്കെ മൊത്തം പോയി, വീടെല്ലാം പോയിരിക്കുന്നു. ഇവര് കടലിൽ പോയി കാശുണ്ടാക്കും, പക്ഷേ ഇവരുണ്ടാക്കണമല്ല ഇതേപോലെ പോകും. കഷ്ടം തന്നെ കേട്ടോ അവരുടെ കാര്യം. ഗൈസ്, വെയിലെല്ലാം കൊണ്ട് കരിഞ്ഞ് കരിവാളിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. കണ്ടോ, ഞാൻ ഈ കടലൊക്കെ എടുത്തുകൊണ്ട് പോയ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പം ഫസ്റ്റ് സെക്ഷൻ വല പിടിച്ച് കയറ്റി, ഇനിയിപ്പം വേറെ ഏതെങ്കിലും അപ്പുറത്ത് ഒരു സൈഡിൽ വല പിടിച്ച് കയറ്റണമുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ കൂടി എടുക്കാം. അതും കൂടി എടുത്ത് എന്തൊക്കെ ഫിഷാണെന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഗൈസ്, എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞ ഫസ്റ്റ് ഒരുത്തൻ അമ്പാടി എന്നെ തേച്ച്, അവൻ പറഞ്ഞ് സൺഡേ ആണ്, വല പിടിച്ച് കയറ്റൂല എന്നൊക്കെ പറഞ്ഞ് അവൻ വരണില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ശിവേനെ വിളിച്ച്. ആ വിടലാണെങ്കിൽ രാവിലെ 5 മണി തൊട്ട് ഞാൻ വിളിച്ചു തുടങ്ങണതാണ്, ഫോൺ അറ്റൻഡ് ചെയ്തില്ല. എന്നിട്ട് ഇപ്പം വലയെല്ലാം പിടിച്ച് കയറ്റി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തെണ്ടിപ്പറക്കി ഇതാ വരയാണ്. കാണിച്ചു തരാം. കണ്ടിട്ട് കാണാത്ത പോലെ പോവുകയാണ്. ഓ, ഇതൊരു അഭിനയം. ഓ പോട്ടെ, ഇവിടം വരെ പോകാൻ നോക്കട്ടെ. എന്താ അഭിനയം, എവിടം വരെ പോകാൻ നോക്കട്ടെ. വിടല എന്നെ കണ്ടില്ലേ ശരിക്കും? ഇവനെ കണ്ട് ചിരിക്കും പോലെ കാണിച്ചു തന്നല്ലോ. ഇവനാണെങ്കിൽ കണ്ണും കണ്ടുകൂടാ കേട്ടോ, ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ. കണ്ടാ എന്നെ നോക്കിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു കണ്ണ് കണ്ടുകൂടാ. എന്റെ പൊന്നു, ആരാ കോമഡി. അവ എന്നെ പിടിക്ക ഫോൺ എടുക്കണ്. അവിടെ എന്നിട്ട് എന്നെ കാണാത്തോണ്ട് ഫോൺ എടുക്കണ് വേടല. എന്റെ പൊന്നു, ഞാൻ വിചാരിച്ചു എന്നെ കണ്ടിട്ട് അവൻ കാണാത്ത പോലെ പോണേണെന്ന്. ഞാൻ ഓർത്തില്ല ഇവന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒന്നും കണ്ടുകൂടെന്നുള്ളത്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് അങ്ങനെ മാത്രമല്ല ഞാൻ വിചാരിച്ചേ മറ്റേ ഇവര് എക്സസൈസ് അങ്ങനെ വിളിക്കണം. അപ്പൊ ഞാൻ പോണതൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. ഓ, ഞാൻ പറയണ ഇവൻ മനഃപൂർവ്വം എന്നെ കാണാതെ പോലെ പോയെന്നും പറഞ്ഞു. ഞാൻ നടക്കാണെങ്കിൽ ഭ്രാന്ത് പോള കടല എണീച്ചു. അത് എന്തൊരു ഒരു സംഭവമാണ് അത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, അവർ പറഞ്ഞു തന്ന വീഡിയോയില്, പക്ഷെ അതിനെ പറ്റി കറക്റ്റ് അറിഞ്ഞൂടാ. നല്ല അങ്ങനെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. നല്ല വർക്കൗട്ട് കാര്യങ്ങളൊക്കെയാണ്. ഇവരാണെങ്കിൽ ശംഖ് ഊതാൻ വേണ്ടിയിട്ടേ, ഇവര് ശംഖ് ഊതാൻ വേണ്ടിയിട്ടേ ബീച്ചിലോട്ട് ഇറങ്ങി. ബീച്ചിലോട്ട് ചെന്നിറങ്ങി കൊടുത്തതും ഭയങ്കര തിര വന്ന് മൊത്തത്തിൽ ശംഖും എല്ലാം കൂടെയൊക്കെ പോയി. ഇപ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം കയറി, ശംഖിനകത്ത് വെള്ളം കയറിയിട്ട് ഒന്നും കാണാനും വയ്യ, ഒന്നും കേൾക്കാനും വയ്യാത്ത അവസ്ഥയായിട്ട്. എനിക്കറിഞ്ഞൂടെ, ഒരു ഫസ്റ്റ് ശംഖ് ഊതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതെന്താണ് ഇതിൻ്റെ കറക്റ്റ് കാര്യം അറിഞ്ഞൂടാ, യൂട്യൂബിൽ അങ്ങനെ പോയി തപ്പണം. ഞാൻ ഇവർ പറഞ്ഞു തന്നു, ഇവർ പറഞ്ഞു തന്നിട്ട് എനിക്ക് മനസ്സിലാവണല്ലോ എന്ത് ചെയ്യാൻ. ഞാനും കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഗൈസ്, അപ്പോൾ അയ്യോ സോറി ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ഫിഷ് കയറിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് ഗൈസ്? വീണ്ടും പണിപാളി, വീണ്ടും തിരഞ്ഞു വന്നു. ബീച്ചിൽ വരുമ്പോ ഷൂസ് ഇട്ട് പറഞ്ഞ ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡേയ്, നിന്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ ഷൂസ് ഇടല്ലെന്ന്. അല്ല, ഇവിടെ വന്നതിന് ശേഷം. അല്ല, നിനക്ക് അറിഞ്ഞൂടെ, നീയല്ലേ പറഞ്ഞ ചന്തയിൽ പോണെങ്കിലും മീൻ മേടിക്കാനും എവിടെ ആയിരുന്നാലും ഷൂസ് ഇട്ടുകൊണ്ട് ഇറങ്ങിക്കോളും. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ വല പിടിച്ച് കയറ്റിയതിലുള്ള മീനിനെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ?
ഗൈസ് ഈ മീനുകൾ തന്നെയാണ് നേരത്തെ എത്തലും കിട്ടിയത് കേട്ടോ. ഇത് തന്നെ നേരത്തെ. ഓ ഇവിടെ ഈ മീനിന്റെ പേരെന്താണ്? നെത്തോലി. നെത്തോലി ഇല്ലേ? നെത്തോലി അതറിയാം. മറ്റേ മീൻ അതെട്ടാ മഞ്ഞക്കാരേ. ഗൈസ് അപ്പൊ നീ പറഞ്ഞ ഗൈസ് അപ്പൊ നെത്തോലിയും മഞ്ഞക്കാരയുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. സെക്യൂരിറ്റി വന്നിട്ട് എല്ലാവരെയും തിരിച്ച് കയറ്റുന്നുണ്ട്. ഇത് ഭയങ്കര തരാം. രണ്ടു മൂന്ന് തവണ നമ്മൾ നിന്ന സ്ഥലത്തൊക്കെ വെള്ളം അടിച്ച് കയറി ഭയങ്കര സീനാക്കി. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ നിൽക്കുക. ഭയങ്കര തിരയാണ് ഗൈസ്. ഇതാണ് ജെല്ലി ഫിഷ്. കണ്ടോ ഇതിലെന്തോ ഒരു ലിക്വിഡൊക്കെ ഇങ്ങനെ ഒഴുകി പോയിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ചൊറി പിടിക്കുമെന്നല്ലടാ പറയണേ. കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ആ വീഡിയോയിൽ അവന്മാർ പറഞ്ഞത് എന്തോ അപ്പൊ നമ്മളെ പറ്റിച്ച അവന്മാര്. നമ്മുടെ മീൻ വലിച്ചു കയറ്റൽ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം വലിച്ചു കയറ്റിയപ്പോഴാണ് ഇവൻ വന്നത്. അപ്പോൾ ഇവൻ നോക്കി ലാസ്റ്റായിട്ട് വലിച്ചു കയറ്റുന്നതിൽ എവിടെയെങ്കിലും പോയി പിടിച്ച് കയറ്റാന്നൊക്കെ വിചാരിച്ച് നോക്കി. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നടന്നെത്തിയില്ല. വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞ് ഒരു പരുവായി. സമയം എത്രയായി ഇപ്പോൾ? എത്ര മണിയായി? ഇപ്പോൾ 8:45. ഇനി നമുക്ക് പോവാലോ. ഓ അല്ല ഇനി എന്തായാലും വേണ്ട, നമുക്കിത് മതി. അപ്പോൾ ഫിഷ് മേടിക്കാനുള്ളവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ല മേടിക്കാനുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലേലത്തിൽ നിങ്ങൾക്ക് മേടിച്ചിട്ട് പോകാം. ഒരു കുട്ട മീനൊക്കെ ഏകദേശം 2500-3000 രൂപയ്ക്കൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ കുറച്ച് മതിയെങ്കിൽ 200 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് അത് അത്ര ലാഭത്തിന് കിട്ടാൻ എനിക്ക് തോന്നിയില്ല. കുറച്ചൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. 100 രൂപയ്ക്കൊക്കെ കൊടുത്തവർക്ക് പോടാ, അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയില്ല. അതെനിക്ക് ലാഭം അല്ല, എന്നാലും അത്ര ലാഭമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു കുറച്ച് വാരിട്ട് കൊടുത്തോളാം. വേറൊരാൾ ലേലം പിടിച്ചിട്ട് അയാളാണ് വാരി കൊടുത്ത, അതുകൊണ്ട് അയാൾ കുറച്ച് കൊടുത്തു. ആ ഡേ ഞാൻ മാക്ക വല പിടിച്ചിന്ന്. ഇങ്ങോട്ട് ചോദിക്കൂല, അതൊക്കെ പണ്ട്. അങ്ങോട്ട് ചോദിക്കണം. ചമ്മിപ്പോയി. പക്ഷെ ഇപ്പൊ തന്നില്ല അവര്. അവര് തന്നില്ല. നിങ്ങളെ കണ്ടറിയ ഉടായിപ്പ് പിടിയാണെന്ന്. എടാ ഫോടെ മാരക പിടിച്ച് കണ്ടോ കൈയെല്ലാം. ഡേയ് സത്യമായിട്ട് ഞാൻ നല്ലോണം പിടിച്ച്. അവിടെ നിന്ന കളവന്മാരായിരുന്നു ഉടായിപ്പ്. ഡേയ് ആ കളവുണ്ടല്ലോ, വീഡിയോ എടുക്കുമ്പോൾ മാത്രം പാട്ടും പാടും മുന്തിരി വലിക്കുകയും ചെയ്യും. എന്നിട്ട് എന്നൊക്കെ ചിരിയും. ഒരു കളമായി അങ്ങനെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇതാ ഇപ്പൊ കണ്ടോ ഇയാള് വീഡിയോ വരുമ്പോ മാത്രം വിളിക്കും. ഈ മാമ മാര ഉടായിപ്പാര്. ഇതാണ് ഈ പുള്ളിയൊക്കെയാണ് ലേലം പിടിച്ചത്. ഇവിടെ നിന്ന് ലേലം പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിക്കണം. വെങ്കണ്ണൻ വണ്ടി. ദക്ഷിണ ഒരു പയ്യൻ കൈ കാണിച്ചുണ്ട് അവൻ. ഓ പിന്നെന്തായാലും കൊണ്ട് ഗൈസ് നേരത്തെ ലേലത്തിൽ പിടിച്ചോണ്ടെന്ന് അവരുടെ അടുത്ത് നമുക്ക് ഫിഷിന് എത്രയാണെന്ന് ചുമ്മാ ചോദിച്ചു നോക്കാം. പക്ഷെ അവിടെ എൻ്റെ അടുത്ത് വേറൊരു ആള് നീ ഇപ്പൊ എല്ലാത്തിനും ഓക്കെ പറയണല്ലോടെ. നീ അവിടെ നിന്ന് അത് പറഞ്ഞപ്പോ നീ അത് ആകട്ടെ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഇതായി. ചേട്ടാ ഈ മീനിന്റെ പേരെന്താണ്? ഇത് പാരേ. ഇത് പാരയാണ് കേട്ടാ. ഇതാണ് ഇന്ന് പാരയും ചെമ്മീനുമാണ്. ആണ്ടാ എല്ലാത്തിനും ഓക്കെ പറയും. ഇനി ഇവര് വേറെ പേര് പറയണെങ്കിൽ ഇവർ അത് ഓക്കെ പറയും. തൊലിയുണ്ട്, പാരയുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടാ ഇവരിവിടെ നിന്ന് ലേലത്തിൽ പിടിച്ച മീൻ ഇതല്ലല്ലോ. ഇത് എവിടെ നിന്ന് മീൻ? പിന്നെ ഇത് നെത്തോലി നിങ്ങളല്ലേ പറഞ്ഞു? ഇല്ല, ഈ നെത്തോലി ഇയാൾ പിടിച്ചില്ല. ഞാനൊരു കാര്യം നീങ്ങോട്ട് വാ പറഞ്ഞുതരാം. അങ്ങോട്ട് ഈ നെത്തോലി ഇയാള് ലേലത്തിൽ പിടിച്ചില്ല. ആ കിടക്കണ നെത്തോലി ഇയാൾ ലേലത്തിൽ പിടിച്ചതല്ല. ഇതിന്ന് വലിയ നെത്തോലിയാണ് പിടിച്ചത്. അയാൾ പിടിച്ചു കണ്ടാ, അതാണ് പിടിച്ചത്. ഈ മീൻ ഇപ്പൊ അല്ല, ഇയാളാണ് പിടിച്ചത്. ഇയാളാണ് ലേലത്തിൽ പിടിച്ചത്. ഇയാൾ പാര മാത്രമേ പിടിച്ചോളൂ. അപ്പൊ ഈ നെത്തോലി ഇങ്ങനെ
വേറെ എടുത്ത് എടുത്തോണ്ടെന്നാണ് തിരിച്ചു നോക്കണം ഇടികൊള്ളും കേട്ടോ അതാണ് സീൻ. ഡേയ് കണ്ട ഇവിടെ വരുന്നവര് ശ്രദ്ധിച്ചോണം കേട്ടാ. ഡേയ് ഹാർലി, ഓ സൗണ്ട് നോക്കിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇവർ വള്ളത്തിൽ ഇപ്പം വല പിടിച്ച് കയറ്റിയപ്പോൾ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് പാരയും പിന്നെ ഒന്ന് നെത്തോലിയാണ്. നെത്തോലി അത്യാവശ്യം വലിയ സൈസ് നെത്തോലിയാണ്. അതിതാ ഈ കാണുന്ന ചേട്ടനാണ് ലേലത്തിൽ പിടിച്ചത്. ആ കാണുന്ന ചേട്ടൻ, ഈ കാണുന്ന ചേട്ടൻ പാര മാത്രമാണ് അവിടെ കാണുന്ന ചേട്ടൻ പാര മാത്രമാണ് ലേലത്തിൽ പിടിച്ചത്. പക്ഷെ ആ ചേട്ടൻ്റെ നെത്തോലി ഉണ്ട്. ആ നെത്തോലി ഇവിടെ ഇന്ന് വന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് മേടിക്കാം. ബീച്ചിലാണെന്ന് വിചാരിച്ചിട്ട് ഫ്രഷ് മീൻ തന്നെ കിട്ടണമെന്നില്ല. ഫ്രഷും ഉണ്ട്, അല്ലാത്തതും കിട്ടും. ഇവനാണ് ഇതെല്ലാം പറയാൻ പറഞ്ഞത്. ഇവനിവിടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി. ഇനി എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കണം. എന്താ കഴിക്കാമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. നല്ല പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാൻ തോന്നുന്നു ഈ ചൂടത്ത്. പക്ഷേ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും 11 മണിയൊക്കെ കഴിയും. അല്ലെങ്കിൽ അടിപൊളി പഴങ്കഞ്ഞി കുടിക്കായിരുന്നു. ഓക്കെ, ശിവ എൻ്റെ ഫ്രണ്ടേ പോയിട്ടുണ്ട്. അപ്പോൾ ചാക്കയിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ എന്താ കഴിക്കണേന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിവിടെ ചാക്കയിൽ എത്തിയിട്ടുണ്ട്. SVS ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. എന്താണോ ദോശയും ബീഫ് ഫ്രൈയും, ബീഫ് ഫ്രൈയും നമ്മൾ കഴിച്ചിട്ട്. ഇതാണ് ബീഫ് ഫ്രൈ, പെരട്ട് കണക്കുണ്ട്. കൊള്ളാമോടാ? കൊള്ളാമോ? ബീഫ് കഴിച്ചോക്കാണ്. കൊള്ളാമോ? ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് കഴിച്ചിട്ട് വരാം. വേണ്ട കൊള്ളാം കഴിച്ച്. അപ്പോൾ ദോശയും ബീഫ് റോസ്റ്റും. ചായ വേണം? കോഫി വേണോ ചായ വേണോ? ഓംലെറ്റ് ആണോ? നമ്മൾ കഴിച്ചിട്ട് വരാം. ബൈ. ഹേ ഗൈസ്, അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ശിവേനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ബൈ.